ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ പവർ ഡിറക്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിൻഡോ ഒന്നും കാണത്തില്ല. ഇത് 2 വർഷത്തെ മൊത്തം പ്രൊജക്ട്സാണ്, ഞാൻ ഡിലീറ്റ് ആക്കാൻ വിട്ടുപോയ ഒരുപാട് പ്രൊജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മാത്രം കാണാം. ഇവിടെ വലിങ്ങനെ നിങ്ങൾക്ക് കാണാം. അതെടുക്കുക. എന്നിട്ട് അതിന് ശേഷം പ്രൊജക്റ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. സെലക്ട് ദ വീഡിയോ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളിടത്ത് 16:9 എന്ന റേഷ്യോ കൊടുക്കുക. ദെൻ നമ്മളുടെ വീഡിയോ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ നിന്ന് നമ്മളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ നമ്മുടെ ഫോൾഡറിൽ നിന്നും ആ വീഡിയോ സെലക്ട് ചെയ്തു, പ്ലസ് ഐക്കൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ ടൈം ലൈനിൽ അത് ആഡ് ആയിട്ടുണ്ടാവും. ഇനി വേണ്ടത് ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിൽ ആദ്യം എടുത്തിരിക്കുന്നത് എൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ അതല്ല നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇപ്പുറത്ത് നിന്ന് എറിയുന്ന ഒരു പാട്ടാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനായിട്ട് പെൻസിൽ ടൂൾ കാണാം. ഈ ലെഫ്റ്റിൽ താഴെ ഈ പെൻസിൽ ടൂൾ എടുത്തിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ കാണാം. ആ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രീവിയസ് പാർട്ട് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം ഈ ബ്ലൂ കളറിൽ. ഓക്കെ, ദെൻ അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് പാർട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇങ്ങനെയാണ് ഒരു വീഡിയോയുടെ പ്രീവിയസ് പാർട്ട് നമ്മൾ ഡിലീറ്റ് ആക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പണിയെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് 2 വിരലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ടൈം ലൈൻ ഒന്ന് സൂം ചെയ്ത് പിടിക്കുക. സൂം ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ പതിയെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഷർട്ട് എയറിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ താഴെ വരുന്ന ഓപ്ഷൻസിൽ സ്പ്ലിറ്റ് ടൂൾ എടുക്കുക. എന്നിട്ട് ആ സ്പ്ലിറ്റ് ഇട്ടത് നമ്മളൊരു പാട്ടും ഡിലീറ്റ് ആക്കാൻ വേണ്ടിയല്ല, നമ്മളുടെ ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു സ്പ്ലിറ്റ് ഇട്ട് കൊടുത്തു. ദെൻ നമ്മളുടെ ലെയർ എടുക്കുന്ന ഒരു ഓപ്ഷൻ, ഒരു പുതിയ ലെയർ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലെഫ്റ്റിൽ 3rd ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ബ്ലൂ കളറാക്കി കളിക്കുന്നുണ്ട് ഞാൻ. സോ ദാറ്റ് വൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ വീഡിയോ ഓപ്ഷൻ എടുക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുകളിലുള്ള 4 ഓപ്ഷൻസിൽ വീഡിയോയുടെ ഓപ്ഷൻ എടുത്തു. അതിനുശേഷം നമ്മളുടെ സെയിം വീഡിയോ നമ്മൾ അതേ സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, അത് ആഡ് ചെയ്തു. ഇനി ചെയ്യുന്നത് താഴെ ഒരു പെൻസിൽ ടൂൾ കാണാം. ആ പെൻസിൽ ടൂൾ എടുത്തിട്ട് ട്രാൻസ്ഫോം കീ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ബ്ലൂ കളറാക്കി കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ടൂൾ എടുക്കുക. ആ ടൂളിൽ നിങ്ങൾക്ക് സ്കെയിൽ, റൊട്ടേഷൻ, പൊസിഷനൊക്കെ കാണാം. ഇതിൽ സ്കെയിൽ നമ്മൾ 1000 ആവുന്നത് വരെ ഇങ്ങനെ വലിക്കുക. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. 1000 കൃത്യം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ എവിടെയാണ് തുടങ്ങുന്നത് എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വീഴുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ കട്ട് ചെയ്യണം. അതിന് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, പെൻസിൽ ടൂൾ എടുക്കുക, സ്പ്ലിറ്റ് എടുക്കുക, പ്രീവിയസ് പാർട്ട് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് അടിക്കുക. ദെൻ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ നേരത്തെ മുകളിലത്തെ വീഡിയോയിലിട്ട സ്പ്ലിറ്റിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. മുകളിലത്തെ വീഡിയോയിൽ സ്പ്ലിറ്റ് ഇട്ടത് ഇത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്ഥലത്ത് ഇത് പെട്ടെന്ന് നമ്മളിങ്ങനെ അടുത്ത് കൊണ്ടുപോകുമ്പം തന്നെ അത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വലിച്ചെടുക്കും. കാരണം ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ പോലെ അവിടെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം, താഴെയുള്ള വീഡിയോ ക്ലിപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ പെൻസിൽ ടൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മാസ്ക് എന്ന് കാണാം. ഒരു ജപ്പാൻ്റെയൊക്കെ കൊടി പോലുള്ളൊരു ചിത്രം മാസ്ക് ടൂള്. ആ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതിൽ ലീനിയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ ഉള്ളത് കാണാം. അതെടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കറക്കാം. അത് നമ്മൾ വേർട്ടിക്കലാക്കുക. ഹൊറിസോണ്ടലായിട്ടാണ് പ്രീവിയസ് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഇങ്ങനെ വെക്കുക. മീൻസ് നമ്മളുടെ 2 മനുഷ്യന്മാരെയും, മീൻസ് 2 എന്നെയും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു മാസ്കിങ്ങിനെ വെക്കുക. അപ്പോൾ മാസ്കിങ്ങിന് ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു വാല്യൂ, ഈ റൈറ്റിൽ കാണുന്ന ഈ കൂട്ടിയും കുറച്ചും കളിക്കുന്ന ഈ വാല്യൂ ഒന്ന് കുറച്ച് കൂട്ടുക. അധികമായാൽ നമ്മളുടെ ഹോൾ വീഡിയോയുടെ ഒപ്പാസിറ്റി കുറയും. സോ ജസ്റ്റ് 1 2 3 അത്രേ വേണ്ടൂ. അതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. ദെൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. കീ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിൽ ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് കീ ഫ്രെയിം. ഓക്കെ, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. നമ്മളുടെ വീഡിയോ തുടങ്ങുന്നിടത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ആ കീ ഫ്രെയിമിൽ ഞാൻ ഇവിടെ ഈ മാസ്കിംഗ് ടൂള് കുറച്ച് ബാക്കോട്ട് കൊണ്ടുവച്ചു. ഈ കീ ഫ്രെയിം എന്തിനാണെന്ന് വെച്ചാൽ മാസ്കിങ്ങിൽ ആനിമേഷൻ കൊണ്ടുവരാം. അതായത് ആദ്യം മാസ്ക് ഇവിടെയാണ് ഉണ്ടായത്. എന്നിട്ട് ഇപ്പുറത്തെ കീ ഫ്രെയിമിൽ നമ്മൾ മാസ്കിംഗ് ടൂൾ ബാക്കോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ മാസ്ക് ടൂൾ ആനിമേറ്റ് ചെയ്ത് പിറകോട്ടേക്ക് വരും. ഇറ്റ് മീൻസ് നമ്മളുടെ സെക്കൻഡ് വീഡിയോ അവിടുന്ന് മാത്രമേ പ്ലേ ആവത്തുള്ളൂ. ബാക്കി ഇപ്പുറത്ത് മുഴുവൻ വീഡിയോ ആണ് പ്ലേ ആവുന്നത്. അപ്പുറത്ത് നമ്മളുടെ സെക്കൻഡ് ലെയറായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് റിയാക്ഷൻ സംഭവിക്കുന്നു എന്ന് പറയാം. സോ നമ്മളുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്
നമ്മളുടെ വീഡിയോ എത്ര വരെ വേണം എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഇട്ടിട്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇത്ര വരെ എടുത്തുവിടൂ. ഞാൻ ഒരിക്കലും മറ്റേ ആളുടെ മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഹിയർ ഇസ് ദ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റാളുടെ മുന്നിലേക്ക് പോകരുത്. ഞാനിപ്പോൾ പോകുന്നത് ക്യാമറ ഓഫ് ആക്കാനാണ്, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഒരു സംഭവം അപ്പുറത്തായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഞാൻ സ്പ്ലിറ്റ് ടൂൾ ഇട്ടിട്ടുള്ള ബാക്കിയുള്ള ഭാഗം, നമ്മുടെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന ഭാഗം ടാപ്പ് ചെയ്ത് നേരത്തെ കാണിച്ച പോലെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ആ ഓപ്ഷൻ വെച്ചിട്ട് സേവ് ടു ഗാലറി എന്തും കൊടുക്കാം. ഇതിൽ ഫുൾ HD മിക്കവാറും നിങ്ങൾക്ക് ലോക്ക്ഡ് ആയിരിക്കും, ബിക്കോസ് പ്രീമിയം ആവശ്യമുണ്ട്.